ആസ്ഥാനത്തേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ്. അവരെ പിരിച്ചുവിട്ടാൽ അവർക്ക് കഴിയില്ല. ഇന്നലെ അവർ ജോലി അവരുടെ സ്ഥാപനത്തിൽ അവർ കയറും. ID കാർഡിലെ ആളുകളാണ് അവരെന്തിനാ പുറത്തിരുന്നത്? റാംഷാ അവിടെ തുടരുന്നുണ്ട്. റാംഷാ, ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾ VK സനോജ് അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടാണ് ജീവനക്കാരകത്തേക്ക് കയറ്റിവിട്ടത്. പോലീസ് ഇടപെടുന്നു. എന്താണ് അറിയാനാകുന്നത്? അവരുടെ സ്ഥാപനത്തിൽ അവർ രാവിലെ ജോലിക്ക് വേണ്ടി വന്നതാണ്. ഇവിടെ ഓഫീസിനകത്തേക്ക് കയറാനാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജീവനക്കാരെ ഓഫീസിനകത്തേക്ക് കടത്തിവിടണമെന്നതാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ പക്ഷേ പോലീസ് ഇവരെ തടയുകയാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസുമായി ഒരു വാക്കുതർക്കത്തിലാണുള്ളത്. അവരുടെ സ്ഥാപനത്തിൽ അവർ കയറും. ഇത് വെറുതെ പോലീസും ഞങ്ങളുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആക്കാൻ നിൽക്കണ്ട. നിങ്ങളതങ്ങ് തുറന്നിട്ട് നിങ്ങൾ തുറന്നു കൊടുക്ക്. നിങ്ങൾ കയറിക്കോ. ഇവിടെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഇത് ഓഫീസ് തുറന്ന് ജീവനക്കാരെ അകത്ത് വിടാൻ അവിടെ ID കാർഡ് കാണിച്ച് ഇവരെ അകത്തേക്ക് കയറ്റിവിടണമെന്നതാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ VK സനോജ് MLA ഉൾപ്പെടെ ആളുകൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ പോലീസുമായി ചെറിയ വാക്കുതർക്കമുണ്ട്. പോലീസ് ഇവരെ അകത്ത് കടത്തിവിടാൻ തയ്യാറാകുന്നില്ല. പോലീസ് കയറുക. അവരുടെ സ്ഥാപനത്തിൽ ഈ കുട്ടികളൊപ്പമല്ലേ നിങ്ങൾ കണ്ടത്? ഈ കുട്ടികൾ രാവിലെ വന്നാൽ പുറത്ത് നിങ്ങളൊരു സ്ത്രീയല്ലേ? ഏത് സ്ത്രീയല്ലേ? പോലീസാണെങ്കിൽ കുട്ടികളുണ്ട് ഇവിടെ. എന്നിട്ടാണോ തോന്നിയത്? നിങ്ങൾ പോലീസ് ആരെ കൂടെ നിൽക്കുന്നത്? നോട്ടീസ് കൊടുത്തോ? പോലീസ് ആരെ കൂടെ നിൽക്കുന്നത്? ഒന്നും വേണ്ട. അവരുള്ളിൽ കയറ്റേ. യുവജനങ്ങളുടെ MLA കൂടിയാണ് ഇദ്ദേഹം. ഇന്നലെ അവരെ ജോലി ചെയ്ത ആളുകൾ അവരുള്ളിൽ കയറ്റണം. ഇന്നലെ അവരെ ജോലി ചെയ്ത ആളുകളാണ്. നിങ്ങൾ മാറി VK സനോജും പോലീസുമായുള്ള വാർത്താട്ടം തുടരുകയാണ്. ജീവനക്കാരെ കയറ്റിവിടുന്നില്ല എന്നാണ്. അപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കളും അകത്ത് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? എന്താണ് പോലീസ് തടഞ്ഞുകൊണ്ട് പറയുന്നത്? അകത്ത് കടക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ID കാർഡ് കാണിച്ച് ജീവനക്കാരെ, ഇന്നലെ വരെ ഇവിടെ ജോലി ചെയ്ത ജീവനക്കാരെ അകത്ത് കടത്തണം എന്നതാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നത്. VK സനോജും അതോടൊപ്പം V വസീഫും ഉൾപ്പെടെ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ തോതിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ജീവനക്കാരെ അകത്ത് കടത്തണം എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. ID കാർഡ് കാണിച്ച് ജീവനക്കാരെ അകത്ത് കടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗർഭിണികളായ ആളുകൾ ഉൾപ്പെടെ ഉണ്ട്. അവർ ഇങ്ങനെ വെയിലത്ത് പുറത്തു നിർത്താൻ കഴിയില്ല. അവരെ അകത്തിരുത്തിക്കൊണ്ട് ചർച്ച നടത്തണമെന്നതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ഉടമകൾ അവരുണ്ട്. അവർ വരട്ടെ. എവിടെ അവര്? മീറ്റിംഗിലല്ലേ? മീറ്റിംഗ് ഒന്നും ഇങ്ങോട്ട് വരാൻ പറ. ഇന്നലെ വരെ ജോലി ചെയ്ത കുട്ടികൾ ആളുകളെ നിങ്ങളിങ്ങനെ ഉള്ളിൽ കയറ്റി ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നത് ചർച്ച തന്നെ ഒരു പ്രഹസനമാണ്. കമ്പനിയുടെ ഭാഗമായ ആരും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ ഒരു ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പോലും ആ ചർച്ചയുടെ ഭാഗമായി എത്തിയിട്ടില്ല. ഇത്തരത്തിലൊരു ചർച്ച ഒരു വെറും പ്രഹസനമാണ്. അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ ഈ ജീവനക്കാരെ പുറത്ത് വെയിലത്ത് നിർത്തുന്നത് ശരിയല്ല. അവരെ ഈ ഓഫീസിനകത്ത് കയറ്റണം. ആ ഓഫീസിനകത്ത് അവരെ ഇരുത്തിക്കൊണ്ട് മാത്രമേ ഈ ചർച്ചകൾ നടത്താൻ പാടുള്ളൂ എന്ന നിലപാടാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ സ്വീകരിക്കുന്നത്. പക്ഷേ പോലീസ് ഇവരെ അകത്ത് കടത്താൻ തയ്യാറായിട്ടില്ല. നിങ്ങളെന്തിനാ ഈ സാഹചര്യം നോക്കുന്നത്? അവരെ കയറ്റി ID കാർഡുള്ള ആളുകളെ കയറ്റി. ID കാർഡുള്ള എല്ലാ ജീവനക്കാരെയും കയറ്റണമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. പോലീസുകാർ അവിടെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. രാവിലെ വളരെ നേരത്തെ എത്തിയ ജീവനക്കാർ പുറത്തു നിൽക്കുക തന്നെയാണ്. പോലീസ് തടയുന്നു.
കൂടുതൽ പോലീസുകാർ ഈ ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ നേരത്തെ ആദ്യഘട്ടത്തിൽ 3 പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ ഈ ഓഫീസിന് മുന്നിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അവർ ഈ ഡിവൈഎഫ്ഐ നേതാക്കളുമായും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ നേതാക്കൾ മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ ഈ ജീവനക്കാരെ അകത്ത് കയറ്റിവിടണം എന്നതാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെ കൂടെ നിൽക്കേണ്ടത്? ഞാൻ വളരെ എളിമയോട് കൂടി ചോദിക്കട്ടെ, നിങ്ങൾ ആരെ കൂടെ നിൽക്കേണ്ടത്? ഈ രാവിലെ മുതൽ ജോലിക്ക് വന്ന കുട്ടികളെ കൂടെയാണോ? ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഡിവൈഎഫ്ഐ നേതാക്കളും അതോടൊപ്പം തന്നെ ജീവനക്കാരെയും ഈ ഓഫീസ് മുറിക്ക് അകത്തേക്ക് കയറ്റിവിടുകയാണ്. ഇപ്പോൾ പോലീസ് അവരുടെ ആവശ്യം അംഗീകരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾ VK സനോജും അതോടൊപ്പം V വസീഫും ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐ നേതാക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം ഈ ഓഫീസ് റൂമിനകത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇവർ പറയുന്നത് ജീവനക്കാർക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം. ഇവിടെ ഗർഭിണികളായ ആളുകൾ ഉൾപ്പെടെ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുൾപ്പെടെ പുറത്ത് ഒരു വെയിലത്ത് നിൽക്കുകയാണ്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐ നേതാക്കളെ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും അകത്ത് കടത്തിയ ശേഷം പോലീസ് ഈ ഡോർ വീണ്ടും ലോക്ക് ചെയ്യുകയാണ്. അവരുമായി അകത്തിരുന്ന് സംസാരിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഡിവൈഎഫ്ഐ നേതാക്കളുമായി, അതായത് ഒരു MLA കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. അദ്ദേഹം ആ നിലയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ ഈ ഓഫീസ് റൂമിനകത്തേക്ക് കടത്തിവിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ് എന്നതാണ്. ഇപ്പോൾ ജീവനക്കാരെ അകത്തോട്ട് കയറ്റിവിട്ടിട്ടില്ല. ജീവനക്കാരിപ്പോഴും പുറത്ത് നിൽക്കുകയാണ്. പക്ഷേ ID കാർഡുള്ള ആളുകളെ കൂടി കടത്തിവിടണം. ID കാർഡ് ഉപയോഗിച്ച് ഇവർക്ക് അകത്ത് കടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നതാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നത്. ആ നിലയിൽ ഈ ജീവനക്കാരെ ഇപ്പോൾ ഈ ഓഫീസ് മുറിക്ക് അകത്തേക്ക് കയറ്റി വിട്ടിട്ടില്ല. നിലവിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മാത്രമാണ് ഈ ഓഫീസ് റൂമിനകത്തേക്ക് കയറ്റി വിട്ടിരിക്കുന്നത്. മറ്റുള്ള ആളുകളെ പുറത്തു തന്നെ നിൽക്കുകയാണ്. നമുക്ക് നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഈ ബിൽഡിംഗ് ഒരു 5 നില ബിൽഡിംഗ് ആണ്. ഇതിന്റെ ഏറ്റവും മുകളിലത്തെ സംസാരിക്കുന്നു. ആ യോഗത്തിൽ പങ്കെടുത്തത് ലീഗൽ അഡ്വൈസറാണ്, ഈ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ്, അല്ലാതെ കമ്പനി പ്രതിനിധികൾ എത്തിയിട്ടില്ല. എന്താണ് ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതെന്ന് അറിയേണ്ടതുണ്ട്. VK സനോജ് അകത്ത് കയറിയിരുന്നു. കോഴിക്കോടും കൊച്ചിയിലുമായി 800-ലധികം ജീവനക്കാരാണ്. ഇപ്പോൾ ജീവനക്കാരെ അകത്തേക്ക് കയറ്റിവിടുന്നുണ്ട്. ID കാർഡുള്ള എല്ലാവരെയും അകത്തേക്ക് കയറ്റിവിടുന്നുണ്ട്. അകത്തെ യോഗത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ലേബർ ഓഫീസിലുണ്ട്. INTUC പ്രവർത്തകരും അവിടെയുണ്ട്. യോഗത്തിലും വലിയ പ്രതിഷേധമായിരുന്ന ദൃശ്യങ്ങൾ കാണാം. തൊഴിലാളി യൂണിയൻ നേതാക്കളും അവിടെ ചർച്ചയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയാണ്.